അതിതീവ്ര മഴയുടെ ദുരിതം പേറുകയാണ് നമ്മുടെ നാട്. 2018 പ്രളയം, കവളപ്പാറ പുത്തുമല ദുരന്തം, വയനാട് ഉരുൾപൊട്ടൽ, അങ്ങനെ കടന്നുപോയ ദുരന്തങ്ങളേറെയാണ്. ഒന്നായി ഒറ്റക്കെട്ടായാണ് നമ്മൾ ഓരോ ദുരന്തവും മറികടന്നത്. 2018 പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികൾ ഒരു പ്രതീകമായിരുന്നു. നിപ പടർന്നു പിടിച്ചപ്പോൾ രോഗികളെ പരിചരിക്കുന്നതിനിടയിൽ രോഗം പിടിപെട്ട് മരിച്ച സിസ്റ്റർ ലിനി ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യയുടെ ഹീറോ ആയിരുന്നു. അതുപോലെ ഈ ദുരന്തത്തിന്റെ ധീരമുഖമാണ് രാജേഷ്. സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ രാജേഷ്. സാഹസികത ഇഷ്ടപ്പെട്ട രാജേഷ് മുൻകാലങ്ങളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി തിരിച്ചെത്തിയ പോലെ ഒരു മടങ്ങിവരവ് ഇത്തവണയും ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ആ കാത്തിരിപ്പ് വെറുതെയായി. പറക്കമുറ്റാത്ത കുട്ടികളെ തനിച്ചാക്കി രാജേഷ് യാത്രയായി. ഇനി ഒരിക്കലും ഒരു ദുരന്തമുഖത്തും രക്ഷാകരം നീട്ടാൻ രാജേഷ് ഉണ്ടാകില്ല. പക്ഷേ 2 പേരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചാണ് രാജേഷ് മടങ്ങിയത്. സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാനിറങ്ങിയ ആ ധീരനായ യുവാവിന് ആദരാഞ്ജലികൾ. എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയും രാജേഷിന് യാത്രയയപ്പ് നൽകി കേരളം. രാജേഷിനെ പോലെയുള്ളവരുടെ ത്യാഗമാണ് ഈ നാടിന്റെ കരുത്തും ധൈര്യവും. മറക്കില്ല ഒരു നാൾ. ഓഗസ്റ്റ് 1 വൈകിട്ട് 5 ഈ സംഭവം ഉണ്ടാകുന്നത്. തുരുത്തിൽ ഒരാൾ ഒറ്റപ്പെട്ടതായി അറിഞ്ഞതോടെയാണ് മീൻതുള്ളി വാട്ടർഫാൾസിലെ റപ്പലിംഗ് ഇൻസ്ട്രക്ടറായ രാജേഷും സുഹൃത്തുക്കളായ ഷിബിനും ജിതിനും ചേർന്ന് കരകവിഞ്ഞൊഴുകുന്ന പുഴ നീന്തി തുരുത്തിലെത്തിയത്. കർണാടക വനത്തിനും കാര്യങ്കോട് പുഴയ്ക്കും ഇടയിലുള്ള മീൻതുള്ളി തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ ബെന്നിയെ രക്ഷിച്ചുകൊണ്ടുവരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പുഴയ്ക്ക് ഇക്കരെ എത്താറായപ്പോൾ കയറിൽ നിന്ന് പിടിവിട്ട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു രാജേഷ്. ലൈഫ് ജാക്കറ്റ്, റോപ്പ് എന്നിവയടക്കമുള്ളവ ധരിച്ചിരുന്നു. എന്നാൽ രാജേഷ് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി തുരുത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരികയായിരുന്ന ബെന്നിയെ ധരിപ്പിച്ചു. തുടർന്ന് കയറിൽ പിടിച്ച് പുഴ കുറുകെ കടക്കുകയായിരുന്നു. കേരളത്തിന്റെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേരളത്തിൻ്റെതായ ഭാഗത്ത് എത്താറായപ്പോൾ രാജേഷ് കയറിൽ നിന്ന് പിടിവിട്ടു. നീന്താൻ ശ്രമിച്ചെങ്കിലും പക്ഷേ മുങ്ങിപ്പോയി. പാറക്കെട്ടുകളിലേക്ക് കയറിൽ പിടിച്ചു കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കായിക വിനോദമായ റപ്പലിംഗിൽ വിദഗ്ധനായ രാജേഷിന് നന്നായി നീന്തലും വശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചെത്തും എന്ന് തന്നെയായിരുന്നു സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം പ്രതീക്ഷ. മുൻപും പല സാഹസിക സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട് രാജേഷ്. എന്നാൽ ഇത്തവണ ആ കാത്തിരിപ്പ് വെറുതെയായി. പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്ന് ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളത്തിൽ തണുത്ത് ശരീരം കോച്ചിപ്പിടിച്ചതാകാം നീന്താനാകാതെ പോയതിന് കാരണമെന്നാണ് കരുതുന്നത്. രാവിലെ 11 മണിയോടെ മൃതദേഹം തിരുവനന്തപുരം കല്ലിയൂരിലെ വീട്ടിലെത്തിച്ചു. രാജേഷിന്റെ സഹോദരൻ രഞ്ജിത്ത് 2 വർഷം മുമ്പ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. താമസിക്കുന്ന വീട് ജപ്തി ഭീഷണിയിലായിരുന്നു. കുടുംബത്തിന് ലൈഫ് പദ്ധതിയിൽ കല്ലിയൂർ പഞ്ചായത്ത് അനുവദിച്ച വീടിന്റെ പണി പോലും പൂർത്തിയായിട്ടില്ല. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു രാജേഷ്. രാജേഷിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലായിരുന്നു ആ വീടും നാടും ഒന്നാകെ. പിന്നീട് അവിടെ കണ്ടത് അതിവൈകാരികമായ രംഗങ്ങളാണ്.
കാട്ടിലെവിടെയെങ്കിലും മകൻ പിടിച്ചു കിടപ്പുണ്ടാകും എന്നാണ് കരുതിയത് എന്ന് രാജേഷിന്റെ അച്ഛൻ രാജശേഖരൻ ന്യൂസ് 18നോട് പറഞ്ഞു. നേരത്തെയും ഇത്തരം അപകടങ്ങളിൽപ്പെട്ടപ്പോൾ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത്തവണയും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എന്നാണ് ആ അച്ഛൻ പറയുന്നത്. ഇളയ മകനെയും 2 വർഷം മുൻപ് നഷ്ടമായി. ഒരാളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണല്ലോ മകൻ പോയത് എന്നത് മാത്രമാണ് ആശ്വാസത്തിന് വകയെന്നും രാജശേഖരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒരാളിലേക്ക് ജീവൻ രക്ഷിച്ചുകൊണ്ട് അവൻ അവമാനത്തോടെ ഭരിച്ചെന്ന് പറയാം. 3 മക്കളായിരുന്നല്ലേ? ഇദ്ദേഹത്തെ കൂടാതെ മറ്റൊരാളും മരണപ്പെട്ടിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ മോൻ മരിച്ചു, മൂത്തവനും പോയി. ഇനി ഒരു മോളുണ്ട്, 2 മക്കളെ ഒക്കുമുണ്ട്. അവന് 2 മക്കൾ. രണ്ടാമത്തവൻ വിവാഹം കഴിച്ചിട്ടില്ല. അത് എത്ര നാളായി? 2 വർഷമാകുമ്പോൾ. അദ്ദേഹം ട്രെയിൻ അപകടമായിരുന്നു. അച്ഛൻ ഇവിടെ തന്നെ താമസിക്കും. അതെല്ലാവരും എൻ്റെ ഇവിടെ തന്നെ. മോള് മാത്രം അത് മാറ്റി. പ്രതീക്ഷ നല്ല പ്രതീക്ഷ. പുഴയെല്ലാം നീന്തി കയറും, അതും എന്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തോ കുരുക്കിലൂടെ പെട്ട് ഇരിപ്പുണ്ട് എന്നാണ് പ്രതീക്ഷിച്ചത്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ അപകട സാഹചര്യങ്ങളിൽ പെട്ടിട്ടുണ്ട്. കളക്ടർ അവനെ സല്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു പ്രാതം എടുക്കാൻ, കൊച്ചിൻ്റെ പ്രാതം എടുക്കാൻ പോകുമ്പോൾ ആരും പോകാതെ പോയി എടുത്തുകൊണ്ട്. രാജേഷിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അതീവ ദുഃഖം രേഖപ്പെടുത്തി. കല്ലിയൂരിലെ വീട്ടിലെത്തി അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചു. മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികളും രാജേഷിന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. നേരത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏറെ വേദനാജനകമാണ് രാജേഷിന്റെ വിയോഗമെന്നത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പൂർത്തിയാകാത്ത വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂര് ചെറുപുഴയിൽ പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് ഇദ്ദേഹം ഈ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ തണവൽഗണിച്ചാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ജീവൻ്റെ വെളിച്ചം നൽകിയത്. രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ബഹുമതി, സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ധീരനായ ആ പുത്രനെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നാട് യാത്രയാക്കിയത്. സംസ്കാര ചടങ്ങിൽ ഒരു നാട് മുഴുവൻ അവിടെ എത്തുന്നത് കാണാമായിരുന്നു. ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹവായ്പകളോടെയാണ് രാജേഷ് യാത്രയായത്.
സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാനിറങ്ങിയ ധീര യുവാവിന് ആദരാഞ്ജലികൾ എന്ന മഹാനടൻ മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. രാജേഷിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും മമ്മൂട്ടി കുറിച്ചു. സംസ്ഥാന ബഹുമതികളോടെയാണ് രാജേഷിന്റെ സംസ്കാരം നടന്നത്. ഒരു നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. സ്വന്തം ജീവൻ പണയം വെച്ചും മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള പലരുടെയും മനസ്സാണ് നമ്മളിൽ പലരെയും ജീവനോടെ നിർത്തിയിരിക്കുന്നത്. പല ദുരന്തമുഖത്തും നമ്മൾ അത് കണ്ടിട്ടുണ്ട്. രാജേഷ് യാത്രയാകുമ്പോഴും ദുരന്ത ഭീതി ഒഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ ആ കുഞ്ഞിനെ കണ്ടു, കുഞ്ഞിൻ്റെ ആർത്തലച്ചുള്ള കരച്ചിൽ കണ്ടു. തനിക്ക് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നതായിരുന്നു രാജേഷ് എപ്പോഴും സുഹൃത്തുക്കളോടും മറ്റും പറഞ്ഞിരുന്നത്. അങ്ങനെ 2 ജീവനുകൾ രക്ഷപ്പെടുത്തിയാണ്. ഇതിനു മുൻപും പല ജീവനുകളും രാജേഷ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ജീവൻ കൂടി രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് രാജേഷ് വിടവാങ്ങുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് അഭിമാനിക്കാം, തൻ്റെ അച്ഛൻ ഒരു ധീരനായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് അഭിമാനിക്കാം. എന്തായാലും രാജേഷ് വിടവാങ്ങുമ്പോഴും നമ്മുടെ ഈ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.